RSS ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായി കോക്കോസ് ജനതാ പാർട്ടിയല്ല, ഈ കുട്ടികൾക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പം സ്വാഭാവിക ഒരു തിരുത്തലുണ്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഒരുപക്ഷെ മോഡിയുടെ ഒരു ഗവൺമെൻറ്റിന് പറ്റിയിട്ടുള്ള അത്രയും കഴിഞ്ഞ 12-13 വർഷത്തെ ഭരണത്തിൻ്റെ ഒരേ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ് ഇത് ഉണ്ടാവാൻ പാടില്ലാത്തത്. ഈ BJP വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ RSSൻ്റെ ഗൈഡൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ട് കൃത്യമായൊരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് അനുകൂലമായ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. ഇത് മോഡീനെ കണ്ടു വളരുന്ന തലമുറയുണ്ട്. അവരെ സംബന്ധിച്ച് മോഡി ഒരു പുതുമയില്ല. അവർ പുതിയത് ആലോചിക്കും. ആ പുതിയ ചെറിയ ചെറിയ കുറ്റങ്ങൾ അവർ വലിയ കുറ്റങ്ങളായി കരുതും. അവരായിരിക്കും അടുത്ത മോഡിക്കും BJPക്കും ഒരു ഭീഷണിയായി മാറാൻ പോകുന്നത്. അതാണ് ഈ കാണുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയിലേക്കാണ് ടോക്കിംഗ് പോയിന്റ് പോകുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനവുമായി മുന്നോട്ട് പോകുന്നു. പരിശോധിക്കുകയാണ് ഈ വിഷയം. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ധർമ്മേന്ദ്ര പ്രധാൻ ഈ ഒരു സാഹചര്യത്തിൽ രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തൊക്കെയായിരിക്കാം ഈ രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഘട്ടത്തിലേക്ക് കേന്ദ്ര മന്ത്രാലയത്തെ എത്തിച്ചത്, കേന്ദ്ര മന്ത്രിസഭയെ എത്തിച്ചത്? അല്ല, ഈ കേരളയിൽ വരും ഘട്ടോ എന്ന് പറയാൻ നരേന്ദ്രമോദി പിണറായി വിജയനല്ലല്ലോ. പിണറായി വിജയനാണ് ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിൻവലിഞ്ഞാൽ ഒക്കെ നാണക്കേടായിട്ട് ഒരു ഈഗോയുടെ വിഷയമായിട്ട് എടുക്കുന്നത്. ഇപ്പം മോഡിയെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം അത് മോഡി വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റായിരുന്നു. അതിനെതിരെ ജനരോഷ ശക്തമായപ്പോൾ മോഡി അതിന് പിൻവലിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ടൊരു സാധ്യത കണ്ടിരുന്നു. പിന്നെ RSS ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായി കോക്കോസ് ജനതാ പാർട്ടിയല്ല, ഈ കുട്ടികൾക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പം സ്വാഭാവിക ഒരു തിരുത്തലുണ്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഓക്കെ, RSSൻ്റെ ഒരു നിലപാട് ഈ രാജ്യക്ക് ഒരു നിർണായക കാരണമായി. RSSൻ്റെ നിലപാടാണെന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ പറഞ്ഞ അവിടെ വന്ന് പോയ പിള്ളേരെ അടിച്ചോടിക്കാനുള്ള സിസ്റ്റമൊക്കെ ഡൽഹി പോലീസിൻ്റെ കയ്യിലുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇനി ഇവർ ഇന്ത്യ മൊത്തം കത്തിച്ചാൽ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി RSSനുണ്ട്. ഇവിടുത്തെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഈ ന്യൂ മീഡിയയിൽ വന്നിട്ട് ഭരണഘടന കത്തിക്കണം, പാർലമെൻറ്റ് പീരങ്കി വെക്കണം, നേപ്പാൾ പോലെ പോലീസിൻ്റെ തല എറിഞ്ഞ് പൊട്ടിക്കണമെന്ന് രാഖി രാമാനം വന്ന് കരഞ്ഞു പിടിച്ച് മാപ്പ് പറയുന്നുണ്ടല്ലേ. അത്രയേ ഉള്ളൂ, ബലൂണാണ്. പിന്നെ അല്ലേ CPMനൊക്കെ പോലെ ഓർഗനൈസ്ഡ് ആയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും വേണം. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് കർത്തവ്യത മൂടരായിരിക്കുകയാണ്, തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിക്കൊണ്ടൊരു പാടാണ്. RSS നിലനിൽക്കും, കാരണം അവർക്ക് അങ്ങനെ സംഘടനാ സംവിധാനം എസ്റ്റാബ്ലിഷ്ഡാണ്. SDPI നിലനിൽക്കും, കാരണം ഈ മതത്തിൻ്റെ ബാക്കിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് അവരും നിലനിൽക്കും. ബാക്കി ഒരുത്തന്നെ കാര്യം ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഈ സമരത്തിലേക്ക് വരുമ്പോൾ ഈ സമരത്തിൻ്റെ ഒരു മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവർ ആദ്യം ഉന്നയിച്ചത്. പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ കുറഞ്ഞൊന്നും ഇല്ല എന്ന് പറയുന്നു. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി തുടങ്ങിയ സമരം പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ഭരണഘടന കത്തിക്കും, പീരങ്കി പ്രയോഗിക്കും പാർലമെൻറ്റിന് നേരെ, സമരം വഴിതെറ്റിപ്പോയിരുന്നു ഇടയ്ക്ക്. അതിൽ യാതൊരു സംശയവുമില്ല. അന്ന് തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം, ഇത് ദേശവിരുദ്ധ ശക്തികൾ കടന്നു കയറിയിരിക്കുന്നു. ഈ സമരത്തിന് ആരുടെ ബാക്കിംഗ് ഉണ്ട്? അത് ഫിനാൻഷ്യൽ ബാക്കിങ്ങും എല്ലാ തരത്തിലുള്ള ബാക്കിങ്ങും ഉണ്ട്. ഈ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫക്രുദ്ദീൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകന്, ഡൽഹി അറിയാവുന്നുള്ള, വിദ്യാർത്ഥികളുടെ മനസ്സറിയാവുന്നുള്ള ഒരു അധ്യാപകന് എന്ത് തോന്നി ഈ സമരത്തിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ, ഈ സമരത്തിൻ്റെ രീതികൾ കണ്ടപ്പോൾ, ഇതിൽ വേദിയിലെത്തിയ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രസ്താവനകൾ കണ്ടപ്പോൾ? ഇത് വളരെ അപകടകരമായ സൂചനയാണ്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നീറ്റ് ക്രമക്കേട് ഗുരുതരമായൊരു വിഷയമാണ്. അതിനുശേഷം CBSEയുടെയും എന്താ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർന്നു എന്ന് കേൾക്കണ്ടായി. പിന്നെ ഈ നീറ്റ് നടത്താൻ ഏൽപ്പിച്ച ഏജൻസി അവരിത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില കമ്പനികൾക്കാണ്. പക്ഷേ ആ കമ്പനികൾ പോലും ഇത് കുറ്റമറ്റ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ വളരെ പേഴ്സണലായിട്ട് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവർ അപ്രോച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ വന്നു വെച്ചാൽ അത്ര കുറ്റമറ്റ രീതിയിലല്ല, വലിയ സ്ഥാപനങ്ങളല്ലേ, ക്രെഡിബിലിറ്റി ഉള്ള. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ,
വ്യാപം കോൺട്രവേഴ്സി മധ്യപ്രദേശിൽ BJP ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ മധ്യപ്രദേശിൽ ഗവൺമെൻറ് ജോബുകളേ ഇല്ല, എല്ലാം തന്നെ കോൺട്രാക്ട് ജോബുകളാണ്. അപ്പം ഇതെല്ലാം ചെയ്തിരുന്നത് ഈ പറഞ്ഞൊരു ഏജൻസിയാണ് ഇതേപോലെയുള്ള. ഇവിടെ ഒന്നും തന്നെ സ്ഥിരം നിയമനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിവാദമായിട്ട് ബന്ധപ്പെടുന്ന സാക്ഷികളെല്ലാം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടതാണ്. കറക്റ്റ്. അപ്പം അവിടെ പക്ഷേ ഇവരത് കൃത്യമായി ന്യായമായി അന്വേഷിച്ച് കൃത്യമായ ആളുകൾ എത്തി വോട്ട് ഔട്ട് ചെയ്തോ നമുക്കറിയില്ല. പക്ഷേ BJPക്ക് അത് ഇലക്ഷന് വലിയ തിരിച്ചടിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യം വന്നപ്പോൾ കുറച്ച് ലാഘവത്തോടു കൂടി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സൗത്ത് ഇന്ത്യയുടെ ഒരു അക്യുറസി ഈ കാര്യത്തിൽ നോർത്ത് ഇന്ത്യയിലില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക് നല്ല ദേശസ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പൈസേൻ്റെ കാര്യം വരുമ്പോൾ ചലേക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെ ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പം ഇത് ഒരുപക്ഷെ മോഡിയുടെ ഒരു ഗവൺമെൻറ്റിന് പറ്റിയിട്ടുള്ള ഇത്രയും കഴിഞ്ഞ 12-13 വർഷത്തെ ഭരണത്തിൻ്റെ ഒരേ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ്. ഇത് ഉണ്ടാവാൻ പാടില്ലാത്ത തുടക്കത്തിൽ തന്നെ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു. അഡ്രസ്സ് ചെയ്യണം. കാരണം ഇത് ജെനുവിൻ വിഷയം വരുമ്പോൾ നമ്മൾ അതിനെ കണ്ടില്ലെന്ന് അടിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത് അങ്ങോട്ടാണ്. അപ്പം ഒരു രാജ്യം നിലനിൽക്കുന്നത് അതിൽ ചില കാര്യങ്ങൾക്കുള്ള പ്രതീക്ഷകളുണ്ടാണ്. ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് സിവിൽ സർവീസ് വലിയ സംഭവമല്ലാത്തത്. അവിടെ എല്ലാവരും തന്നെ IAS IPS ആകാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി അവർ ലൈഫ് മാറണം, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് 20 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് പഠിക്കും. അതേപോലെ തന്നെ വേറൊന്നാണ് ഈ നീറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഇലക്ഷൻ കമ്മീഷൻ പോലെ ഏതാണ്ട് ഇൻഡിപെൻഡൻറ്റും എന്നാൽ അങ്ങേയറ്റം സുതാര്യവും ഇന്ന് ഇൻറ്റഗ്രിറ്റി ഉള്ളതും കുറ്റമറ്റതായ സിസ്റ്റത്തിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊരിക്കലും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു എന്താണ് പറയുക ഗവൺമെൻറ്റിൻ്റെ മേലോട്ടുണ്ട് എന്ന് പറയും പോലും സ്ഥിര ഉദ്യോഗസ്ഥന്മാർ പോലും ഇല്ലാത്ത പ്രൈവറ്റ് കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയത്. നമ്മുടെ നാട്ടിലെ ഈ ക്യാമറ പോലെ ആയിപ്പോവും. നമ്മുടെ ഈ മറ്റേ ക്യാമറ ഉണ്ടല്ലോ, എന്താണ് CCTV ആണോ? നിങ്ങൾക്ക് എനിക്ക് പണി കിട്ടി ഉണ്ടാണോ? CCTV അല്ല, AI ക്യാമറ. അതിൻ്റെ വരുമാനത്തിൻ്റെ 1% പോകുന്ന 5% ഈ പ്രൈവറ്റ് കമ്പനികൾക്കാണ് പോകുന്നത്. അവർ കണ്ടതിന് മൊത്തം അടിക്കും. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നു, നിങ്ങളെ മുന്നിൽ ഒരു KSRTC ബസ്സുണ്ട്, നിങ്ങൾ ലൈറ്റ് കാണില്ല, മഞ്ഞ ലൈറ്റ് കണ്ടാൽ വണ്ടി എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ KSRTC വണ്ടി കടന്നുടനെ തന്നെ മറ്റേ മഞ്ഞായിട്ടുണ്ടോ, നിങ്ങൾ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെയുള്ള ബൈക്കാരെ മോൾ കൂടെ ഡൈവേർഡിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റ്. ഇത് പോലീസുകാരനാണെങ്കിൽ പോലീസുകാരൻ എന്താ ചെയ്യുക വെച്ചാൽ അയാൾ മനസ്സിലാക്കി അയാളെ കേസാക്കില്ല. AIക്ക് അങ്ങനെയല്ല. സകലടി ഒരു ഓട്ടോക്കാരൻ എന്നോട് വന്ന് 9,000 രൂപയാണ് അയാൾക്ക് അടിച്ചു വന്നത്. അതുകൊണ്ടാണെന്ന് ഇപ്പോൾ ഗവൺമെൻറ് അത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നില്ല അത്തരം കാര്യങ്ങൾ. അപ്പം ഇത് ഈ പ്രൈവറ്റ് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അത് ക്യാമറ ഓൺ ചെയ്ത് അടുത്ത ദിവസം തൊട്ട് അടിയായിരുന്നു, സകലവന്മാർക്കും അടിയാണ്. ടയർ ജസ്റ്റ് മഞ്ഞ തൊട്ടാൽ മതി അടി വരും. അപ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം അവിടെ നടന്നില്ല. മോഡിക്ക് പറ്റിയ മോഡിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം. കാരണം UPSC PSCകൾ അതുപോലെ തന്നെ ഈ നീറ്റ് പോലുള്ള എക്സാമിനേഷൻ IIT ഇത് കുറ്റമറ്റ രീതി നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് ഇത്രയും കാലം ഭരിച്ചതിനിടയിൽ അവർ ചെയ്തൊരു കാര്യം, ഇതിനൊന്നും അവർ വലിയ തട്ടുകേട് എടുത്താതെ ആ ഇൻറ്റഗ്രിറ്റി അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇത് പണ്ടും നടക്കുന്നുണ്ടായിരുന്നു. ഈ എപ്പോഴൊരിക്കലും സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ചോർന്ന് കേട്ടെന്നല്ലാതെ ആ രീതി നമ്മൾ കേട്ടെ. മാത്രമല്ല അത് ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് സംവിധാനം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥ സ്ഥിര നിയമനം, പിന്നെ കുറച്ച് ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസർമാർ അങ്ങനെ ഉണ്ടായിരുന്നു. ചില മേഖലകൾ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിനെ കയറ്റാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന തൊഴിൽ കൊടുക്കുന്ന ഇത്തരം ഏരിയകളിലെ പരീക്ഷകൾ, കാരണം അവർ പ്രൈവറ്റ് സെക്ടറിന് എന്തെങ്കിലും ലാഭമായിരിക്കും ലക്ഷ്യം. അപ്പം ഈ പ്രവേശന പരീക്ഷ ഇതിനൊന്നും അവരെ ഏൽപ്പിക്കരുത്. അപ്പോൾ പട്ടാളം, പോലീസ് ഇത്തരം മേഖലകൾ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യാൻ നമ്മൾ തന്നെ നിലനിർത്തണം. ഇലക്ഷൻ കമ്മീഷൻ പോലെ നിലനിർത്തണം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ സംശയം വന്നാൽ വലിയ പ്രശ്നമാണ്. ഇല്ലാതെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പിന്നെ ഇങ്ങനെ ജയിച്ചതിന് ശേഷമാണ്, തമിഴ്നാട്ടിൽ വിജയം ജയിച്ചതിന് ശേഷമാണ് ഇലക്ഷൻ യന്ത്രത്തിൻ്റെ പ്രശ്നമില്ലാന്ന് ഇവർക്കൊക്കെ മനസ്സിലായത്. അതുവരെ വലിയ പ്രോബ്ലമായിരുന്നു, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് സംശയം വരുന്നതിനെക്കാട്ട് പ്രശ്നമാണ് ഇത്. യുവാക്കളെ സംബന്ധിച്ചാൽ അവർക്ക് ആ പാടൊരു പ്രതീക്ഷ രാജ്യത്ത് ഇപ്പോഴും സ്ഥിരവരുമാനം ഉറപ്പുള്ളത് ഗവൺമെൻറ് ജോലി മാത്രമാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലത്ത്. അപ്പോൾ ഇപ്പം മലയാളികൾക്കാണല്ലോ ഗൾഫിലേക്ക് അമേരിക്കയൊക്കെ പോകാനുള്ള വഴികളുള്ളൂ. അവിടെ അത് കുറവാണ്, ഒന്ന് കടലുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് ആ രീതി കൊണ്ടുപോകേണ്ടതായിരുന്നു. അതിനൊരു വീഴ്ച പറ്റിയെന്നുള്ള സത്യമാണ്. പക്ഷേ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാവേണ്ടത് അവിടെയാണ് നമ്മൾ ഒരു ഭയാനകരമായിട്ടൊരു അവസ്ഥ കാണുന്നത്. ഇത് ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇൻറ്റേർണലി ഉണ്ടാവണ്ട, അല്ലെ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി വളരെ ശക്തമായിട്ട് കൺവിൻസിങ് ആയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമരമായിരുന്നു. ആദ്യമായി അത് സംഭവിച്ചില്ല. അവരിറങ്ങി എന്തൊക്കെ ചെയ്തെന്നൊക്കെ നമ്മൾ അബിൻബാക്കി പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കണ്ടേ? അത് ഇപ്പം കോൺഗ്രസിന് ചിലപ്പോൾ ജനങ്ങളെ വിശ്വാസം ആർജിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലെ കുട്ടികളുടെ ഇടയിൽ തന്നെ അങ്ങനെ മൂവ്മെൻറ്റ് വേണ്ടി അതില്ല. അവിടെയാണ് ഒരു പ്രശ്നം കിട്ടുന്നത്. ഈ പുതിയ ജനറേഷൻ പിള്ളേർ അവരെന്ത് അനീതി വന്നാലും എതിർപ്പുണ്ടെങ്കിലും അവർക്ക് പേടിയാണ്. അവർക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് വരാനുള്ള ധൈര്യമില്ല.
പക്ഷേ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു തന്നെ ഈ ഇൻ്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സംഭവം മുന്നോട്ട് വന്നാൽ അവരതിൻ്റെ പിന്നാലെ നിൽക്കുകയും ചെയ്യും. ഇത് ഭീകരമായ അവസ്ഥയാണ്. കാരണം ഈ വരുന്നവൻ്റെ പിന്നെ അവന് കൃത്യമായ അജണ്ട ഉണ്ടാവും. കറക്റ്റ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഞാൻ ഈ പ്രശ്നത്തിൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ള സ്വഭാവം അംഗീകരിക്കുന്ന ആളാണ്. അത് അഡ്രസ്സ് ചെയ്യുക. ഞാൻ മാത്രമല്ല, ഇപ്പോൾ RSS കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പറഞ്ഞത്, കുട്ടികളുടെ ഈ ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ RSS ഇത്രയും അത് പറയാൻ അവർ വൈകേണ്ടതില്ലായിരുന്നു. കുറച്ച് മുമ്പേ അവർക്കും പറയാമായിരുന്നു. ഇത്രയും വെച്ചുകൊണ്ടിരിക്കണേ. മോഡി അത് തന്നെയാണ് പറഞ്ഞത്, യുവാക്കൾ പ്രതികരിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് മുമ്പേ ഈ പ്രശ്നം വന്ന ഉടനെ ചെയ്യേണ്ടതായിരുന്നു. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതവനാണെങ്കിലും അവന് കൃത്യമായി ഈ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതൊക്കെ ഏതെങ്കിലും ആളുകളൊക്കെ ബന്ധുവോ ഏതെങ്കിലും സമുദായ സംഘടന ആളുകളൊക്കെ ആയിരിക്കും അവന്മാരൊക്കെ ഊരിപ്പോവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷേ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല, അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ, നീറ്റ് പരീക്ഷ പാസ്സായി വരുന്നവർക്ക് വേണ്ടത്ര സീറ്റുകളുണ്ടോ എന്നുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതിനെ ചിന്തിക്കരുത്, ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം ഈ കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ 2 ലക്ഷം സീറ്റ് പോലും ഇല്ല രാജ്യത്ത് സ്ഥിതി എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ കഴിഞ്ഞ 5-10 വർഷം കൊണ്ടാണ് കുറേയെങ്കിലും സീറ്റ് എണ്ണം കൂട്ടിയത്. പക്ഷേ അത് നേരത്തെ വളരെ വളരെ മോശമായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ, അതായത് സീറ്റ് എണ്ണം കുറഞ്ഞ ഒരു സിറ്റുവേഷൻ മുതലെടുക്കാൻ വേണ്ടി വലിയൊരു മാഫിയയുണ്ട്. അവർ വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ച് കോടികൾ, ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ക്രമക്കേടിലൂടെ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലഹരി മാഫിയ പോലെ തന്നെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ മാഫിയ വളരെ സജീവമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് കൂടാൻ പാടില്ല. പക്ഷേ ആവശ്യത്തിന് സീറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുമുണ്ട്. ആവശ്യത്തിന് സീറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേട് കാണിക്കാൻ പറ്റില്ല. ഈ നീറ്റ് എക്സാം കുറേ കൂടി സുതാര്യമാവുകയും കുറേ കൂടി കുട്ടികളുടെ നിരാശയ്ക്ക് അറുതി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യം. 1-2 കാരണം ഇവിടെ മെഡിക്കൽ കോളേജ് പഠിച്ചു കഴിഞ്ഞാലും പിള്ളേർ നേരെ അമേരിക്കയിലേക്കും മറ്റും ജോലി ചെയ്യാൻ പോകുന്ന അവസ്ഥയുണ്ട്, ഗൾഫിലേക്കും പോകുന്നത്. അവരുടെ സർവീസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പല സംസ്ഥാനങ്ങളിലും ആരോഗ്യരംഗത്തും കേരളമൊന്നും ചിലവഴിക്കുന്ന പോലെ പൈസ ചിലവാക്കുന്നില്ല. അതായത് ഗവൺമെൻറ് ഡോക്ടർമാരില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള. മറ്റു സ്ഥലങ്ങളിൽ അതില്ല. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ശേഷി അവിടെയുള്ള ജനങ്ങൾക്കും ഇല്ല. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. പബ്ലിക്കായിട്ട് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ പോകാനുള്ള ശേഷി ഗൾഫ് ഭൂമിൻ്റെയൊക്കെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഉണ്ട് താനും. അവിടെ അതില്ലാത്തതാണ് പ്രശ്നം. അവിടെ മാറ്റം വരുത്താൻ വളരെ ഗ്രാജുവലായിട്ടേ ചേഞ്ച് വരാൻ പാടുള്ളൂ. പക്ഷേ ഗ്രാജുവലായിട്ട് ചേഞ്ച് വരുന്ന മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കൂട്ടണം. അതെ. അതുപോലെ തന്നെ ഈ BJP ഭരിക്കുന്ന ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റുകൾ തന്നെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയിരുത്തി ഗവൺമെൻറ് ഡോക്ടർമാരെ നിയമിക്കുകയും അവരെ കൃത്യമായിട്ട് അവരുടെ ശമ്പളം കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുകയും വേണം. എങ്കിൽ മാത്രമല്ല അവിടെ പല പട്ടിക്കാടാണ്, വണ്ടി പോലാത്ത സ്ഥലങ്ങൾ. അവിടെ സർവീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഈ മാഫിയയാണ്. അത് എല്ലാ രംഗത്തും മാഫിയയാണ്. പക്ഷേ ഈ മാഫിയകൾ ജനാധിപത്യത്തിൽ ഭരിക്കുന്ന മാഫിയകളാണ്. ആര് ഭരിച്ചു കഴിഞ്ഞാലും ഈ മാഫിയകളുടെ പൈസ മേടിച്ചാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ജയിക്കുന്നത്. ഈ മാഫിയകളൊക്കെ സപ്പോർട്ടുള്ളവനെ സീറ്റും കിട്ടുള്ളൂ. അല്ല നിങ്ങൾ നല്ലവനായിരുന്നാലും സീറ്റൊന്നും കിട്ടില്ല. ഞാൻ ഇന്നൊരു സ്വന്തം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാഫിയകളുടെ ഏതാണ്ട് സപ്പോർട്ടോ അതായത് അത്യാവശ്യം തീവ്രവാദ സ്വഭാവമുള്ള സമുദായ സംഘടനകളുടെ സപ്പോർട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടക്കുകയില്ല. CPM-ലൊന്നും ഒരു കാരണവശാലും നടക്കുകയില്ല ഇടതുപക്ഷത്ത്. പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ കണ്ണുപെട്ടാൽ കോൺഗ്രസിലൊക്കെ ചിലപ്പോൾ നടക്കും, മറ്റേ നടക്കുകയില്ല. സെക്യുലർ പാർട്ടികൾ പലതും നടക്കുകയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇത് BJP വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ RSSൻ്റെ ഗൈഡൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ട് കൃത്യമായൊരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് അനുകൂലമായ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. അതായത് ഈ മാഫിയകളൊന്ന് പരിധി കൂടുതൽ അവർ വീഴും. ഇനി വല്ല മാഫിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദാനിയെ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചാൽ അദാനി ഇന്ത്യക്കാരനാണ്. അപ്പോൾ അദാനി വികസിക്കുന്നതനുസരിച്ച് അത് രാജ്യത്തിന് ഗുണം ചെയ്യും, രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടും. അതുകൊണ്ടാണ് അതല്ല അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവരെടുക്കുന്ന റിസ്ക് എന്നല്ലാതെ ഏതവനെയും പേടിച്ചിട്ട് അവന് ഭയപ്പെടുന്ന സ്വഭാവം അവർക്കില്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. യെസ്, ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു സമരം ശക്തമായി മുന്നോട്ട് പോകുന്നു. ആ സമരത്തിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റമുണ്ട് എന്ന് ഏറെക്കുറെ പല രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. എന്താ സംശയം? ആണ്. കാരണം ഇത്രയും പിള്ളേർ ഇവിടെ ഉണ്ടായിട്ട് ആ പിള്ളേർക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഇവൻ എവിടുന്നാണ് വന്നത്? ഈ ദീപക
അഭിജിത്ത് ദീപ് കെ. അഭിജിത്ത് ദീപ് കെ അമേരിക്കൻ തന്നെ. അവൻ ആരാ? ആം ആദ്മി പാർട്ടിൻ്റെ ആളാണ്. ആം ആദ്മി പാർട്ടി ആരാണ്? അത് പുറത്തുനിന്ന് സ്പോൺസർ ചെയ്യപ്പെട്ട സംഘടനയാണ്. ഈ സംഘടന കേരളത്തിൽ, ഇന്ത്യയിൽ ഈ BJP അല്ലാത്ത മറ്റ് സംഘടനകളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പരിധി വരെ കോൺഗ്രസ് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പർച്ചേസബിളാണ്. നിങ്ങൾക്ക് നിങ്ങളെ ആളുകളെ ജയിപ്പിക്കണം, നിയമസഭയിൽ എത്തണമെന്ന് നിങ്ങളുടെ അടുത്ത കാലം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളെ ആളുകളെ നിയമസഭയിൽ എത്തിക്കണം, നിങ്ങൾക്ക് കാര്യം ഉണ്ടാക്കണം. അതല്ലാതെ നാടൊന്നും നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് പറ്റും. നാട് ആരും കൺവേർട്ട് ചെയ്യപ്പെടുകയോ ആരെങ്കിലും ഈ രാജ്യത്തെ പരിധിയായിപ്പോയി നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് RSS ആ ഒരു എന്താണ് ആ ഒരു കൺസേൺ ഉണ്ട്. അത് കുറേയൊക്കെ കോൺഗ്രസ്സിനും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് വ്യക്തമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും രാജിവെച്ചു. അപ്പോൾ ഇതിന് മറ്റൊരു അതിന്റെ പ്രശ്നം അതുകൊണ്ടല്ല. ഇവന്മാർ ഇത്തരം ശക്തികൾ ഈ ദീപക് എന്താ ഒരു അഭിജിത്ത് ദീപ് കെ 11 ആ എയർപോർട്ടിൽ വന്ന സമയത്ത് പിന്നെ വിജയ് മറ്റേ എന്താ മിസ് ഒരു സിനിമ ഉണ്ടല്ലോ ഡോക്ടറായിട്ടുള്ളത്, ആ സിനിമയിൽ വരുന്ന പോലെ ഒരു ഭരണഘടനയും പിടിച്ച് അംബേദ്കറിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ആകപ്പാടെ 2000 ആളുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രശ്നം വന്നു വെച്ചാൽ അന്നേ ഗവൺമെൻറ് ഒരു പ്രോആക്റ്റീവായിട്ട് ഇടപെട്ടിട്ട് ഈ പിള്ളേരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്താൽ മതിയായിരുന്നു. അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വഷളാവില്ലായിരുന്നു. അപ്പോൾ അവർക്കൊരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് ഇതിൽ മെല്ലെപ്പോക്ക് എടുത്തപ്പോൾ കിട്ടാവുന്ന റാലിയും പോയിന്റിന് പിന്നാലെ ആളുകൾ റാലി ചെയ്തു. അങ്ങനെ റാലി ചെയ്യിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ്. യെസ്, അതിലാ വാങ്ചൂക്കിനെയൊക്കെ പിടിച്ചുകൊണ്ട് വെച്ച് ഇരുത്തിയത്. അതെ, അയാളെ പറ്റി അമീർ ഖാൻ്റെ സിനിമ ഉള്ളതുകൊണ്ടാണ് അയാളെ നാട്ടുകാർ അറിയുന്നത്. പക്ഷേ അമീർ ഖാൻ തന്നെ പറഞ്ഞു, ഇത് തള്ളി പറഞ്ഞു, ആ സിനിമ അത് ശരിയാണ്. പക്ഷെ അത് ഓൾറെഡി അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇയാളെ പറ്റി അറിയുന്നത്, അമീർ ഖാൻ്റെ സിനിമ കണ്ടിട്ട്. അതെ അതെ. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ചില റാലിയും പോയിന്റുകൾ ഇങ്ങനെ ഒപ്പീനിയൻ മേക്കേഴ്സിന് ഉണ്ടാക്കുന്നത് അവരാണ്. നിങ്ങൾ വെറുതെ പാകിസ്ഥാൻ എന്ന് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ. അമേരിക്ക, പാകിസ്ഥാൻ, ചൈന ഇവർക്കെല്ലാം മെയിൻ ഇതിൻ്റെ ബുദ്ധികേന്ദ്രം അമേരിക്കയാണ്. ഈ അമേരിക്കൻ്റെ ഞാൻ പറഞ്ഞാൽ ജൂതന്മാർ കൂടിയാണ്. നമ്മുടെ സുഹൃത്ത് ഇസ്രായേലിലെ ജൂതന്മാർ കൂടിയാണ്. അവരാണ് പ്രധാനപ്പെട്ട പല ഇൻ്റർനാഷണൽ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ നിയമിക്കുന്ന ഫേംസ് അവരുടേതാണ്. ഒരു കൈ കൊണ്ട് അവർ ഇസ്രായേൽ വഴി നമ്മളെ സഹായിക്കുകയും ചെയ്യും, അത് കൈ കൊണ്ട് അമേരിക്ക വഴി പണി ഒപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെ വലിയ ഒരു പ്രസൻസ് ഇതിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എൻ്റെ പാർലമെൻറ്റ് കത്തിക്കണമെന്ന് പറഞ്ഞ പയ്യൻ, അതുപോലെ ഖുറാനിൽ പറഞ്ഞുകൊണ്ട് ഖുറ പാർട്ടീനെ പറ്റി അന്വേഷിക്കാൻ പോയ വേറൊരുത്തൻ, അങ്ങനെ പലരും. ഓക്കെ, പക്ഷേ ഒരു മറ്റൊരു വിഷയം എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവത്ത്. അതെ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനം അതീവ ജാഗ്രതയോടുകൂടിയായിരിക്കും എന്ന് മനസ്സ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയം ഈ രാജിയിൽ അവരും അവസാനിപ്പിക്കുമെന്ന്. ഇതൊരു മൈൻഡ് ഗെയിമായിരുന്നു. മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ ഇത് BJP ഗവൺമെൻറ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ അങ്ങ് പോകും, ജനങ്ങൾ പ്രതികരിക്കില്ല. കാരണം ഒരു സൈഡ് ജനങ്ങൾ RSSൻ്റെ കയ്യിൽ വളരെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. അതപ്പോൾ ഇത് കൈവിട്ട് പോയപ്പോൾ പിന്നെ ഇത് മൈൻഡ് ഗെയിമായി മാറി. അപ്പോൾ ഇവരത് വിചാരിച്ച് മോഡി പിണറായിൻ്റെ സ്വഭാവം കാണിക്കും, കേരളയിൽ വരും കേട്ടോ എന്നങ്ങനെ പറയുന്നു. പക്ഷേ RSSും കൂടി ഇതിൽ ഇടപെട്ടോടി അങ്ങനെയൊക്കെ കാര്യം മനസ്സിലായി. അങ്ങനെ ഈഗോ മാറ്റിവെച്ചു, മോഡി ഈഗോ മാറ്റിവെച്ചു. അതാണ് സംഭവിച്ചത്. ഈ മൈൻഡ് ഗെയിമിന് ജയിച്ചത് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് എത്ര BJPക്ക് വേണ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു വേണ്ടപ്പെട്ടവരാണല്ല, അങ്ങനെ വല്ലാനാണെങ്കിൽ പോലും മാതൃകാപരമായ നടപടിയെടുത്ത് കണ്ണിൽ ചോരല്ലാതെ അവന്മാരെ ശിക്ഷിച്ചാൽ മാത്രമേ ഈ പ്രശ്നം റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉത്തരേന്ത്യയിൽ വ്യാപകമായി പല മേഖലയിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ദേശസ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോൾ ഒരു ഓഞ്ഞ സ്വഭാവമുണ്ട്. ഇന്ത്യയെ പിടിച്ച ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ചാരന്മാരാരാ? ഉത്തരേന്ത്യക്കാരാണ്. ആൻഡ് ദേ ആർ നോട്ട് മുസ്ലിംസ്. അതെ, അതിൽ ഒട്ടേറെ പേർ അത്തരത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്തകളിലൂടെ. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ശക്തമായ നടപടി അത് ആരാണ് ചെയ്തതെങ്കിൽ തന്നെയും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ദേശവിരുദ്ധ ശക്തികളെ ഫിഗർ ഔട്ട് ചെയ്യുന്നതിലും നല്ല അവർ വലിയ വിജയാഹ്ലാദത്തിലാണ്. ഇതൊരു മൈനോറിറ്റി. ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞു ഓർമ്മയുണ്ടോ, ഇത് മോഡീനെ കണ്ടു വളരുന്ന തലമുറയുണ്ട്. അവരെ സംബന്ധിച്ച് മോഡി ഒരു പുതുമയില്ല. അവർ പുതിയത് ആലോചിക്കും. ആ ചെറിയ ചെറിയ കുറ്റങ്ങൾ അവർ വലിയ കുറ്റങ്ങളായി കരുതും. അവരായിരിക്കും അടുത്ത മോഡിക്കും BJPക്കും ഒരു ഭീഷണിയായി മാറാൻ പോകുന്നത്. അതാണ് ഈ കാണുന്നത്. ഇവർക്ക് മോഡി എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് മോഡി അത്ഭുതമായിരുന്നു. അപ്പം രാജീവ് ഗാന്ധിക്ക് ശേഷം ഇവിടെ ഒരു നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വാജ്പേയി ആ കാർഗിൽ യുദ്ധം നടത്തിയെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ശക്തമായ മൂവ് നടന്നിട്ടില്ല. പാകിസ്ഥാൻകാർ തോന്നിയ പോലെ ഇവിടെ വന്ന് ആക്രമിച്ച് പോകും, നമ്മളവിടുന്ന് യുദ്ധത്തിൽ സന്നാഹം ഉണ്ടാക്കും, പിന്നെ ഇവിടെ അത് കോംപ്രമൈസ് ആയി പോകും. മോഡി ഇത് ശക്തമായി തിരിച്ചടിക്കും. നമ്മളെ മനസ്സിലാക്കാതെ സുരേഷ് ഗോപി സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന സുരേഷ് ഗോപി എന്തായിരുന്നോ അതാണ് മോഡി എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ കൈയടിക്കും. ഈ പിള്ളേരെ സംബന്ധിച്ച് ഇവർ ഈ മോഡീനെ കണ്ടാണ് വളരുന്നത്. അവരതിൽ കൂടുതലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ എപ്പോഴും വെസ്റ്റേൺ ഡെമോക്രസി എന്ന് വെച്ചാൽ ഈ കഴുതയുടെ
മുന്നിൽ കെട്ടി വെച്ചിരിക്കുന്ന പുല്ലാണ്. അതൊരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ അത് എപ്പോഴും നമ്മളൊരു പ്രായത്തിൽ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വാതന്ത്ര്യം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ അജണ്ടയാണ്. അല്ല, വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയം നമുക്കറിയാം. ഈ നിർഭയ സമരത്തിൻ്റെ സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നവരെല്ലാം തന്നെ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. അന്ന് ഡൽഹിയിൽ നടന്ന സമരത്തെ രാജ്യം ഒന്നടങ്കം നെഞ്ചേറ്റിയിരുന്നു. എല്ലാവരും മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഭാരതീയരും അതിൽ പങ്കാളികളായി. അത് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. തുടർന്ന് ആം ആദ്മി പാർട്ടി വരികയും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം പിടിക്കുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ പിന്നീട് അവർ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. CJPയുടെ ഭാവി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, ഇത് നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ ആ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്തിരുന്നത് അജിത് ഡോവലാണ്. അജിത് ഡോവലിൻ്റെ വിവേകാനന്ദ ഫൗണ്ടേഷൻ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ ഇങ്ങനെ പിടിച്ച് കുറച്ച് ജയിലിലേക്ക് ഇട്ടിരുന്നല്ലോ. അബുദ് ഇപ്പോൾ അതിനെ കൊല്ലാൻ നോക്കിയെന്ന് പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധം അതെല്ലാം കേസ് വേറാണ് വന്നത്, ഇതായിരുന്നു കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങേര് വളരെ എലൂസീവായിട്ട് പിന്നെ അങ്ങനെ ഈ വിവേകാനന്ദ ഫൗണ്ടേഷൻ ഇങ്ങേർക്ക് തന്നെയും പണി. ഇതെല്ലാം അങ്ങനെ ഉണ്ടായിക്കൊണ്ടുവന്ന നിർഭയ കേസല്ല, കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം, അണ്ണാ ഹസാരെ എല്ലാം ഡോവലാണ്. മോഡീനെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പിക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഡോവലിൻ്റെ ബുദ്ധിയാണ്. കാരണം ഡോവൽ എന്ന് വെച്ചാൽ ചാരൻ ഇൻ്റർനാഷണൽ കണക്ഷനാണ്. സകല എല്ലാവരുടെയും ഉടായ്പ മൂപ്പരെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ നിങ്ങളെ വരെ ബാങ്ക് ബാലൻസും കാര്യങ്ങളും അങ്ങനെ കയ്യിലുണ്ട്. ആവശ്യം എന്നാൽ അങ്ങനെ ഉപയോഗിക്കും. അതാണ് ഡോവൽ. അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി രക്ഷപ്പെട്ടത്. മനസ്സിലായോ? അതേസമയം തന്നെ BJPനെ ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടും, എന്നാൽ മോഡി വേണം തന്നെ ലോക്കലി BJP വേണ്ട എന്നുള്ളൊരു ഫീലും, പ്ലസ് ഡോവലിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിലങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇവർ തുടക്കത്തിൽ തന്നെ ഇവർ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ടല്ല മറ്റവൻ പിന്നെ ഇവിടുന്ന് അമേരിക്കയിൽ വന്നിറങ്ങിയപ്പോൾ അവൻ വിചാരിച്ച അകത്തുള്ള കുമ്മേനി പണ്ട് ഇറാനിയൻ വിപ്ലവം നടന്ന സമയത്ത് ഇറങ്ങിയ പോലെ നാട്ടിൽ കോടികൾ ഒഴുകി എത്തി സ്വീകരിക്കും. ഒരു വട്ടി ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? പത്രക്കാർ പോയിരുന്ന പത്രക്കാർ നാണം കിട്ടും, ഇത്തിരി ആളേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇമ്പാക്റ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരണം. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ട്രോങ് ടീമില്ല എന്നൊരു സംഭവം കൂടി ഉണ്ടോ? സ്ട്രോങ് ടീമില്ല എന്ന് മാത്രമല്ല, ഇതിന് പിന്നെ വേറൊരു ഫാക്ടറുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിക്കാൻ പറ്റിയ ഫാക്ടർ ഇന്ന് ഇന്ത്യയിൽ RSS ഉണ്ട്. RSS ഒരു നോഡ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ രാജിവെച്ചത്. അതിപ്പോൾ എവിടെ ചവിട്ടി നിർത്തണമെന്ന് RSSന് അറിയാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സംഭവം. മറ്റൊന്ന്, ഈ സമരം, ഈ ഒരു വിഷയം ഇത്രയേറെ വന്നിട്ടും നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇത് അഡ്രസ്സ് ചെയ്യാൻ വൈകി. രാഹുൽ ഗാന്ധി വേണ്ട രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്തില്ല. കോൺഗ്രസ് ഇത് വേണ്ട രീതിയിൽ കോൺഗ്രസിന്റെ കൺഫ്യൂഷൻ. ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ ഒരു മോഹഭംഗം ഉണ്ടാകുമോ? മോഹഭംഗമല്ല. കോൺഗ്രസിന്റെ ആദ്യം വന്ന പ്രശ്നം വെച്ചാൽ ഇത് BJPക്കാർ തന്നെ B ടീമിന് ഉണ്ടായിക്കൊണ്ട് സമരം ചെയ്യാന്നുള്ളത് സംശയം അവർക്കൊന്നും. രാഷ്ട്രീയത്തിൽ അങ്ങനെ സംശയിച്ചിരിക്കാൻ നേരല്ല. അവർ പിണറായി വിജയന്റെ ലൈനാണ്. ആരാണ് അന്നപ്പോൾ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ വലിച്ചറിയുക. അതാണ് പിണറായിൻ്റെ ലൈന്. ജലീലിന് അൻവറിനാണ് ഉപയോഗിക്കാൻ വലിച്ചറിയുക. അത്രേ ഉള്ളൂ. ആ സമയത്ത് അത് കോൺഗ്രസിന് ആ ഒരു ലൈൻ പോയില്ല. അത് ആ ഒരു പ്ലാറ്റ്ഫോം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടോയെന്ന് കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു. ഇപ്പോൾ BJP ആണ് പ്രതിപക്ഷത്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ സമരം നടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. അന്നപ്പോഴാണ് ഈ അഭിജിത്ത് ദീപ്കെ വന്ന് രംഗം പിടിച്ചെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയും പോയിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ശിവൻകുട്ടി പാർലമെൻറ്റ് നിയമസഭയെ കാണിച്ച പോലെ കാണിച്ചു കൂട്ടിയത്. അത് ആ ഷോയിൽ നിന്ന് ഷോ കൊണ്ട് കാര്യമല്ല, അതിൽ ഇടപെടാൻ പറ്റണം. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഈ പറയുന്ന ലേവന്മാർ കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ അവർ കൺസിസ്റ്റൻ്റായി തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് നിന്നാൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അങ്ങനെ അവർ കൺസിസ്റ്റൻ്റായിട്ട് ഉയർന്നുകൊണ്ട് അവരെ എവിടം വരെ വളർത്തണമെന്ന് RSS തീരുമാനിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാം പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. മോഡി വന്നു, മോഡി അത് ഇടപെട്ടു, അഡ്രസ്സ് ചെയ്ത് അങ്ങനെ രാജിവെച്ചു. അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരു ചോർച്ച വേറെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ UPSCൻ്റെ എക്സാമിനേഷൻ്റെ പേപ്പർ വന്ന വലിയ വിഷയമാവും. അപ്പോൾ ഇത്തരം ചോർച്ചകൾ ഇല്ലാതെ നോക്കണം. ഓക്കെ, അതാണ് അത്. അല്ല, ഇത് ജെന്യൂൻ വിഷയമാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങൾ ഫേക്ക് ഇപ്പം റഫേൽ അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് നേരിട്ട് ബാധിക്കുന്ന ജെന്യൂൻ വിഷയമാണ്. ഓക്കെ, അതെ, ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പിള്ളേർ അവർ പ്രിപ്പയർ ചെയ്ത് നന്നായി പരീക്ഷ എഴുതി അത് ക്യാൻസൽ ചെയ്ത് അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കറക്റ്റ്. എസ്പെഷ്യലി മോഡിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് യങ്സ്റ്റേഴ്സും മിഡിൽ ക്ലാസ്സുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനവും കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ഈ എതിരാളികൾ ദുർബലരാണ് എന്ന ഒരു രീതിയിൽ അവർ ഇതിനെ. അല്ല, അതുകൊണ്ടാണ് അവർ കോൺഗ്രസിന് അങ്ങനെ ഇട്ടെന്ന് തോന്നുന്നു. പൂച്ചയിലും കളിക്കപ്പോഴും പൂച്ചയല്ലേ ജയിക്കുള്ളൂ. ടോം ആൻഡ് ജെറിയിൽ മാത്രമല്ലേ ജെറി ജയിക്കുള്ളൂ. ബാക്കി എല്ലാവരും ടോമല്ലേ ജയിക്കുള്ളൂ.
അപ്പം അങ്ങനെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇത്രേ പോകുന്നുള്ള ഫീലായിരുന്നു. അപ്പോഴാണ് ഒരു മൂന്നാമത്തെ പ്ലെയർ വന്നത്. പക്ഷേ ഈ മൂന്നാമത്തെ പ്ലെയർ വെറുതെ വിടുന്നതല്ല. ഈ പ്രതിപക്ഷത്തെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പുറത്തുനിന്നാണ്. അതൊരു വലിയ കൺസേൺ തന്നെ ആയിരിക്കില്ലേ? ഇതിൻ്റെ ബേസിക് പ്രശ്നമൊന്നുമല്ല. മോഡി ഈ പറയുന്നതിൻ്റെ അതിൽ ഈ വിദേശ രാജ്യങ്ങളെ പിണക്കി മുന്നോട്ട് ഉള്ളിലെ സിസ്റ്റം കുറ്റമറ്റതാക്കണം. പ്രത്യേകിച്ച് യൂത്തിനെയും മിഡിൽ ക്ലാസ്സിനെയും സ്വാധീനിക്കുന്ന ജെന്യുവനായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അതില്ലാതെ നോക്കാനുള്ള വിങ് തന്നെ വേണം. കറക്റ്റ്. അല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, നമുക്ക് വേണ്ടപ്പെട്ട അവാർഡുകളാണ്, അത് വന്നിട്ട് കാര്യമൊന്നുമില്ല. യെസ്, ഏത് വിഷയമാണെങ്കിലും കൃത്യമായി അഡ്രസ്സ് ചെയ്ത്. നിങ്ങൾ ഈ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ചില അവാർഡുകളൊക്കെ ഇവിടെ പല ആളുകളായിട്ട് ബന്ധമുള്ള ആളുകൾ, ഞാൻ കൂടുതലും പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും നിങ്ങൾ വിചാരിക്കും അങ്ങേരുടെ ഇവിടുത്തെ ഏജൻറ്റ് മുസ്ലിമാണെന്ന്. മുസ്ലിം മാത്രമൊന്നല്ല, അത്രേ മനസ്സിലാക്കിയത്. അത് ശരി, ശരി, ഒരു സങ്കീർണമാണ് വിഷയവും. സങ്കീർണമാണ്. അത് അങ്ങനെ തന്നെ കാണും. BJP ഫണ്ട് ഇട്ടൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഫൈനലി എന്താ വരുന്നൊരു കേസ് വന്നു. ഇപ്പോൾ ലിയോ കുടുങ്ങി. അപ്പോൾ അത് ലിയോ കുടുങ്ങിയൊക്കെ പോയി അവസാനം ലിയോയുടെ സാമുദായിക സംഘടന നേതാവ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ്, തെറ്റുപറ്റിപ്പോയത്, അവസാനം ക്ഷമിക്കും. അതോടുകൂടി അവൻ രക്ഷപ്പെടും. അതോടുകൂടി ഇങ്ങനെ ആർക്കും രക്ഷപ്പെടാമെന്നുള്ള ഫീല് വരും. അതാണ് ഇതിൻ്റെ പ്രശ്നം. യെസ്, നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യുന്ന കാണാം, പിന്നെ കേസിന് എന്ത് സംഭവിച്ചു നിങ്ങളാരും നോക്കാറില്ല. യെസ്, അപ്പോൾ ഓരോ പിഴവുകൾ സംഭവിക്കാത്ത, പിഴവുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, പിഴവുകൾ വരുത്തുന്നവരെ കൃത്യമായി. ഇതിൻ്റെ പ്രോബ്ലം ഇത് സാധാരണ പിഴവല്ല, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. അഗ്നിവീർ സമരം എന്താണ്? അഗ്നിവീർ സമരത്തിൽ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ സൈന്യത്തെ നവീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പെൻഷനായിട്ടും പിന്നെ സാലറി ആയിട്ടും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ പുതിയ മോഡേണൈസ് ചെയ്യാൻ പറ്റില്ല. അത് നാട്ടുകാർ തന്നെ കൺവിൻസ്ഡ് ആയ വിഷയമാണ്. അതുകൊണ്ടാണ് അഗ്നിവീർ സമരം പൊട്ടിപ്പോയി. ഇതല്ല, ഇത് നിങ്ങൾക്ക് പറയാൻ ഒരു സാധനവും ഇല്ല. നിങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. പിന്നെ ഈ പുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഈ ഫോൺ നോക്കി കുത്തിയിരിക്കുന്ന പിള്ളേരായതുകൊണ്ട് അവരത് പ്രതികരിച്ചില്ല എന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടുന്നു. അന്നപ്പോഴാണ് പുറത്തുനിന്ന് ഒരുത്തന്നെ ഇറക്കി കൊടുത്തത്. അപ്പോൾ അവരതിൽ റാലി ചെയ്തു. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇതൊരു കൺസേണാണ്. ഞാൻ സംസാരിച്ച പല ആളുകളും എന്നോട് പറഞ്ഞത്, ഞാൻ കോക്കോച്ച് പാർട്ടീനെ എതിർക്കാൻ അവർ ഞാൻ ഈ സമരത്തെ എതിർക്കുന്നുള്ള ഈ പിള്ളേരുടെ കൺസേൺ. അപ്പോൾ എന്നോട് ചൂടായി. നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? എനിക്ക് സത്യം, ഞാൻ എങ്ങനത്തെ കഷ്ടപ്പെട്ട പിള്ളേരെ പഠിപ്പിച്ചത്, എന്തിനാ ഇപ്പോൾ എക്സാം ക്യാൻസലായെന്ന് പറഞ്ഞ് അത് കൺസേണാണ്. ഇവരും BJP അനുഭവമുള്ള ആളുകളൊക്കെയാണ്. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ആ സമരത്തിൽ പിള്ളേരെ കൺസേൺ അവർ അങ്ങനെ പ്രശ്നം ഉയർന്നു വരണം. പക്ഷേ അതിന് പിന്നിൽ രാജ്യദ്രോഹ ശക്തികളുണ്ട്. അവരുടെ ഉദ്ദേശം നമ്മളെ പിള്ളേരെ നന്നാക്കലല്ല, ഈ സിസ്റ്റത്തെ തകർക്കുക എന്നുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ആഹ്ലാദിക്കുവാനുള്ള വക ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് കേന്ദ്ര സർക്കാർ ഓരോ വിഷയവും ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൽ പിഴവ് വരുത്താതിരിക്കുവാനുള്ള ഒരു അധിക ജാഗ്രത അവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. വീഴ്ചകൾ സംഭവിച്ചാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ മുതലെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശക്തികൾ ഒട്ടേറെയുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമായി എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ ആളുകൾ, നമ്മുടെ പാർട്ടിക്കാർ, നമ്മുടെ ജാതിക്കാർ തുടങ്ങിയ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നവരോട് ഒരല്പം അനുകമ്പ തോന്നിയാൽ, അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്ന വീഴ്ച വലുതായിരിക്കും. പേരുദോഷം അത് തീർത്താൽ തീരാത്തതായി മാറിക്കൊണ്ടും ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വിദ്യാഭ്യാസമാണ് ഈ ഒരു വിഷയം വളരെ ജെന്യുവനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സമരമായിരുന്നു എന്നൊക്കെ തന്നെ തുടക്കത്തിലെ മനസ്സിലാക്കി അവർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്തായാലും RSSൻ്റെ ഇടപെടൽ അതാണ് നിർണായകമായത് എന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. അതും കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞു. എന്തായാലും ഇനി ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി. ആ ഒരു ഭാവി സുശക്തമാക്കണം എന്നുണ്ടെങ്കിൽ കുറ്റമറ്റതായിരിക്കണം ഓരോ സിസ്റ്റവും പ്രവർത്തിക്കേണ്ട രീതി. അത് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക്. ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ ഇനി ഏത് രീതിയിലാണ് സർക്കാരുകൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റുകൾ, വാദപ്രതിവാദങ്ങൾ, ഇതിൻ്റെ മുതലെടുപ്പുകൾ, ഇതൊക്കെ തന്നെ ഏത് രീതിയിൽ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.